ഹായ് ഓൾ, വെൽക്കം ടു അഡ 24/7. എൻ്റെ പേര് ജിജി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാറായി. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളോ ഇപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും ദിവസം പഠിച്ചു തുടങ്ങിയില്ല, അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളിലൊക്കെ നിൽക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. പ്രിലിംസും അതുപോലെ തന്നെ മെയിൻസും. ഈ 2 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർച്ച് ഏപ്രിൽ ആ ഒരു ഇൻബിറ്റ്വീൻ ആ ഒരു മാസത്തിനുള്ളിൽ പ്രിലിമിനറി എക്സാമും ഉണ്ടാവും. ഡിഗ്രി ലെവൽ സിലബസ് ആയിരിക്കും പ്രിലിമിനറി എക്സാമിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിഗ്രി ലെവൽ സിലബസ് നിങ്ങൾ ചിലപ്പോൾ മുൻപ് ഡിഗ്രി ഒക്കെ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ വർഷത്തെ പ്രിലിംസ് എഴുതിയവർക്ക് ഏകദേശം ഡിഗ്രി ലെവൽ എങ്ങനെയാണ് ചോദിക്കുന്നത്, അതിന്റെ സിലബസ് എത്രമാത്രം ഉണ്ട് എന്നറിയാം. അപ്പൊ ആദ്യമായിട്ട് എഴുതുന്നവരെ, ഇപ്പൊ LDC മാത്രം അല്ലെങ്കിൽ 10th ലെവൽ എക്സാം മാത്രം എഴുതി പരിചയമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കുക, 10th ലെവലിനെക്കാളും കുറച്ചുകൂടി സിലബസ് കൂടുതലായിരിക്കും. ഡിഗ്രി ലെവലിൽ കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കൊരു 2 മാസം കൊണ്ടോ അല്ലെങ്കിൽ 3 മാസം മാത്രം മതിയോ പഠിക്കാന്ന് വെച്ചാൽ പോരാ. കാരണം നമുക്ക് പഠിത്തം മാത്രമല്ല ഈ സിലബസ് കവർ ചെയ്യുക എന്ന് മാത്രമല്ല നമ്മുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. സിലബസ് കവർ ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് റിവിഷൻ ഉണ്ട്. റിവിഷൻ ചെയ്തില്ലെങ്കിൽ എക്സാം ഹോളിൽ പോയിരുന്ന് നമുക്ക് ആൻസർ കൺഫ്യൂഷൻ ആവും. ഇത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, പക്ഷെ എന്തായിരുന്നു, എനിക്ക് ഒരു രക്ഷയില്ല, എവിടെ നിന്നാണ് ഇതെന്ന് അറിയില്ല. ഈ ഒരു സാധ്യതയാണ് ഉണ്ടാവുക. ഓക്കെ, എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ എവിടെയാണ് എന്ന് എനിക്ക് ഒരു ധാരണയുമില്ല എന്നാണ് നമ്മൾ റിവിഷന്റെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ റിവിഷൻ നല്ലതുപോലെ ചെയ്യുക, സിലബസ് കവർ ചെയ്യുക, അതുപോലെ തന്നെ നല്ലപോലെ റിവൈസ് ചെയ്യുക. മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ സിലബസ് കവർ ചെയ്യാനും റിവിഷനും എക്സാക്ട് സമയം എത്ര വേണം? ഈ സമയം എന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ് കേട്ടോ. ചിലവർക്ക് ഒത്തിരി സമയം പഠിക്കാനുണ്ടാവും. അപ്പോൾ ഫുൾ ടൈം പഠിക്കാൻ സമയം ഉണ്ടായാലും എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ മിനിമം നിങ്ങൾ ഒരു 5 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, അതായത് 4 മണിക്കൂർ പഠിച്ച് 1 മണിക്കൂർ റിവിഷനൊക്കെ എടുത്ത് 5 മണിക്കൂറൊക്കെ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങളൊരു 6 മാസം, 6 മാസം ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. 6 മാസമാണ് ഇതിനു വേണ്ടി ഞാൻ മാറ്റിവെക്കാൻ പറയുന്നത്. ഈ 6 മാസത്തിനുള്ളിൽ സിലബസ് കവർ ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ മാത്സും ഇംഗ്ലീഷും നമുക്കറിയാം 50 മാർക്കിന് എന്താണ് GK ആണെങ്കിൽ 50 മാർക്കിന് EMM ആണ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അപ്പൊ ഇതിനെന്തായിരുന്നു 50 മാർക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ദിവസവും 1 മണിക്കൂർ നിങ്ങൾ മാത്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, ദിവസവും 1 മണിക്കൂർ നിങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, ദിവസവും 1 മണിക്കൂർ നിങ്ങൾ മലയാളത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് കിട്ടും. SCRT ഏറ്റവും ബുദ്ധിമുട്ട്, പഠിക്കാൻ ഭയങ്കര കഷ്ടമാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരെന്തായിരുന്നു, നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഇനി എന്തായിരുന്നു SCRT-യിൽ SCRT-യിൽ തുടങ്ങുക. SCRT-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. SCRT ഏത് ടെക്സ്റ്റ് ബുക്കാണ്? 5th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഏത് സിലബസ് എടുക്കേണ്ടത്? അപ്പോൾ എന്തുണ്ട് ഏത് സിലബസ് എന്ന് പറയുന്നത് SCRT-യിലെ? കാരണം SCRT-യുടെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. ഈ ഒരു വർഷമാണ് തോന്നുന്നു മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പഴയ ടെക്സ്റ്റിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ പഴയത് വേണ്ടാന്നല്ല പറയുന്നത്, എല്ലാ കാര്യങ്ങളും ക്ലാസിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ ടെക്സ്റ്റിലും മെജോറിറ്റി കാണാൻ സാധിക്കും. അപ്പൊ പഴയത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയതും കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാൻ പറ്റും. പഴയത് ഓൾറെഡി വായിച്ചിട്ടുണ്ടെങ്കിൽ പുതിയത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം അവിടെ കണ്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വീണ്ടും കാണുവാണ്. ഓക്കെ, അപ്പൊ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ വരണം. അപ്പൊ SCRT 5th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കുഞ്ഞുകുട്ടി എങ്ങനെയാണോ പഠിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും എഴുതിയിരിക്കുന്നത്. ഒരു 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു, നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം ഒരു 5ാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടിക്ക് ഉള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നിങ്ങൾ വായിക്കാൻ നോക്കുക. അങ്ങനെ SCRT കവർ ചെയ്യും. അതുപോലെ തന്നെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ 2 മണിക്കൂർ ക്ലാസ് ഉണ്ട് എന്ന് വിചാരിക്കുക. 2 hours ഒരു ക്ലാസ് ആണെങ്കിൽ ഈ 2 hours ക്ലാസ് കണ്ട് 1 hour എന്തായിരുന്നു, നിങ്ങൾ ജസ്റ്റ് ഈ ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് ഇരുന്ന് വായിച്ചു നോക്കുക. 1 or
1 or more, അത് എല്ലാവർക്കും 1 മണിക്കൂർ കൊണ്ട് തീർക്കണം എന്നില്ല. കാരണം ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ്. അവർ പഠിക്കാനിരിക്കുന്ന സമയവും അവർക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ട സമയവും എന്തായിരുന്നു, ഡിഫറെന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള സമയം നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസുകളും പഴയ PYQ, നമ്മുടെ അടയുടെ വെബ്സൈറ്റിൽ തന്നെ ഡിഗ്രി ലെവൽ PYQ ഉണ്ട്. അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ 4 മണിക്ക് PSC ബുള്ളറ്റിനും അതുപോലെ തന്നെ PYQ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ എന്തായിരുന്നു, കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ PYQ എന്ന് പറയുന്നത്. അപ്പോൾ PYQ ഒക്കെ ചെയ്യുക, എന്നിട്ട് പഠിക്കാൻ തുടങ്ങുക. കാരണം ഇനി സമയമില്ല. ഇപ്പൊ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ ഉൾപ്പെടെ എക്സാം ആകുമ്പോഴേക്കും കഴിയും. ഇനി നിങ്ങൾ നീട്ടിവെക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നീണ്ടു പോവും. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവിയാണ്. അതുകൊണ്ട് നല്ലതുപോലെ നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഇനി നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ADA 24/7 നമ്മുടെ ചാനലിൽ ഒരു കോഴ്സ് ഉണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഡിഗ്രി ലെവൽ ബാച്ച് ആണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ലൈവും റെക്കോർഡ് സെഷനും ആയിരിക്കും ഉണ്ടാവുന്നത്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷനും. അപ്പോൾ റെക്കോർഡ് സെഷൻ എന്ന് പറയുമ്പോൾ എത്ര തവണ വേണമെങ്കിലും ഈ റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എത്ര തവണ വേണമെങ്കിലും കാണാൻ സാധിക്കും ഈ റെക്കോർഡിംഗ് സെഷൻ. അത് കഴിഞ്ഞ് ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ടെസ്റ്റ് സീരീസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മളാണ് നിങ്ങൾക്ക് തരുന്നത്. സ്റ്റഡി മെറ്റീരിയൽസും ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ ഈ ഒരു ബാച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അവിടെ ഒരു കോഡ് അപ്ലൈഡ് ആയി കിടക്കും. ആ കോഡ് ഒന്ന് ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് Y681 Y681 എന്ന ഡിസ്കൗണ്ട് കോഡ് ആ സ്ഥാനത്ത് ടൈപ്പ് ചെയ്ത് അപ്ലൈ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ADA 24/7 ആപ്പ് നിങ്ങൾക്ക് ലഭിക്കും. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഫേസ് ആയിരിക്കും ഉള്ളത്. ഇപ്പൊ ഇവിടെ സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വരും, സ്റ്റേറ്റുകൾ വരും. അതിൽ കേരള സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സ്റ്റോർ ഉണ്ടാവും. ഈ സ്റ്റോറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഈ ഒരു സ്റ്റോറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ സ്റ്റോറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എന്തായിരുന്നു, ഈ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി കോഴ്സുകൾ കാണാൻ സാധിക്കും. എങ്ങനെ കാണാന്ന് പറഞ്ഞുതരാം കേട്ടോ. ലാപ്പുള്ളവര് ഇങ്ങനെ ചെയ്താലും മതി. ലാപ്പുള്ളവർ ADA 24/7 ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരുന്ന സമയത്ത് സ്റ്റേറ്റ് എക്സാം, നേരത്തെ ആപ്പിൽ ചെയ്ത പോലെ സ്റ്റേറ്റ് എക്സാം കേരള സെലക്ട് ചെയ്തു. കേരള സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ KPSC ഉണ്ട്, KPSC സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് ഒത്തിരി ബാച്ചസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മെഗാ പാക്ക് നിങ്ങൾ ഒന്നിൽ കൂടുതലൊക്കെയാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മെഗാ പാക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ വ്യൂ ഓൾ എന്ന് കൊടുത്താൽ ഒത്തിരി കോഴ്സസ് ഉണ്ട്. SI സ്പെഷ്യൽ ടോപ്പിക്, ലക്ഷ്യം, അതിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലെ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബൈ നൗ കൊടുക്കുക. മുകളിലൊരു കോഡ് ഉണ്ട്, അതൊന്ന് റിമൂവ് ചെയ്യുക. താഴത്തെ കോഡ് Y681 അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2154 രൂപയ്ക്ക് 2154 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. 2154 കോഡ് മറക്കണ്ട, Y681. നിങ്ങളതോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് എനിക്ക് പഠിക്കണം, ഞാനൊരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാൻ പർച്ചേസ് ഒരു മാസം കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ചെയ്യാം, അങ്ങനെ വിചാരിക്കരുത്. പഠിക്കാൻ ഉദ്ദേശിക്കുക, എല്ലാവരും കോഴ്സ് പർച്ചേസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് ചെയ്യുക കേട്ടോ. കാരണം എന്താണെന്നറിയോ, സമയം നമ്മൾ നാളെ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയില്ല, നാളെ എന്ന് പറഞ്ഞാൽ നീള അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. കാരണം സമയം എന്ന് പറയുന്നത് നമ്മൾ പിടിച്ചാൽ നിൽക്കില്ല, നമ്മൾ കൂട്ടിയാൽ കൂടില്ല എന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ പിടിച്ചാൽ നിൽക്കില്ല, ഓടി പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ സമയമാവുമ്പോൾ നമ്മൾ ചാടിക്കേറി പിടിക്കുക, അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ കഷ്ടപ്പെടണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ലൈക്ക് ഒക്കെ ചെയ്യാം കേട്ടോ. ശരി, ബൈ.